എന്നാ പിന്നെ പോയിട്ട് വരട്ടെ കണ്ണേട്ടാ. ആ പോവാം. ഇന്ന് താൻ പോകുമ്പോ നാട്ടു നടപ്പൊന്ന് തെറ്റിച്ചാലോന്നാ ഞാൻ ചിന്തിക്കുന്നേ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, ഇവർക്കൊപ്പം ഞാനും കൂടി അങ്ങോട്ടൊന്ന് പോവാന്ന് വിചാരിക്കുക. അയ്യോ, 7 മാസം പെൺകുട്ടികളെ പ്രസവത്തിന് വിളിച്ചോണ്ട് പോകുമ്പോ അവരുടെ ഭർത്താക്കന്മാര് കൂടെ പോറില്ല കണ്ണേട്ടാ. അങ്ങനെ പോകരുതെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പോകുന്നോണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? അങ്ങനെ ആരും പോവാറില്ല മോനെ. ഞാനും അമ്മയ്ക്ക് മഹിക്കൊപ്പം വരുന്നോണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല മോനെ. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. നീ ലേഖയും കൂട്ടി വീട്ടിലേക്ക് വെക്കോ, ഞാൻ ഇയാളെയും കൂട്ടി അങ്ങ് വന്നേക്കാം. അല്ല കണ്ണേട്ടാ, സാധാരണ ആരും അങ്ങനെ. എടോ, വെറുതെ താൻ എന്നെ തടയാൻ നോക്കണ്ട. അവിടെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു വീട്ടിലേക്ക് താൻ പോകുമ്പോ അവിടെ നിന്ന് താൻ പുറപ്പെടുന്നവരെ തനിക്കൊപ്പം ഒരാൾ വേണം. എന്നാലും മറ്റാണുങ്ങളൊന്നും ഇല്ലല്ലോ സാറേ. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാം. സാഗറും കൂടട്ടെ. ആ, എന്നാ പിന്നെ നിങ്ങളും വന്നോ. അതിനൊപ്പം ഞാനും വരുന്നുണ്ട്. എന്താ കുഴപ്പം? ഞാനും അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ഒരു വിഷമമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. അയ്യോ, അങ്ങനെ വിഷമമൊന്നും ഇല്ല മോനെ. ആ, എന്നാ പിന്നെ വാ, ഇറങ്ങാം. എന്താ എല്ലാവർക്കും ഒരു പ്രയാസം പോലെ? ഇത് കാണുമ്പോഴാ സംശയം കൂടുന്നത്. ഒന്നുമില്ല കണ്ണേട്ടാ, ഞങ്ങൾ ദേ വരുവാ. ഏട്ടനെ ഏട്ടത്തിക്കൊപ്പം പോകുന്നതുകൊണ്ട് എന്താ ലഭിച്ച കുഴപ്പം? ഏയ്, കുഴപ്പമൊന്നുമില്ല. അച്ഛനെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞതുകൊണ്ടേ ഇനി അയാളെ കണ്ണേട്ടൻ തല്ലോ മറ്റോ ചെയ്യുമെന്ന് അറിയില്ല. അച്ഛനെ പറ്റി ആരെന്ത് പറഞ്ഞാലും അത് കണ്ണേട്ടന് സഹിക്കാൻ പറ്റില്ല. അനന്തേട്ടനത് അറിയാലോ. വാ. മോനെ കണ്ണാ. അല്ല, എന്താ ഇത്ര വൈകിയത്? ഒന്നും പറയണ്ട മോനെ. അവനെ അവന്റെ വീട്ടിലെത്തിച്ച് തന്നെ വലിയ പ്രയാസപ്പെട്ട. അവിടെ ചെന്ന ശേഷവും ഒരു സ്വസ്ഥത തന്നിട്ടില്ല. ആ, അയാളുടെ വായിലൊട്ടിച്ചിരുന്ന ടേപ്പ് അഴിച്ചു മാറ്റിയായിരുന്നോ? മോനെ, അതൊക്കെ അഴിച്ചു മാറ്റി. അപ്പൊ പിന്നെ പാട്ടായി. അത് വെറും സാധാരണ പാട്ടല്ല, കേൾക്കാൻ കൊള്ളാത്ത പാട്ട്. അല്ല, നിങ്ങൾ അങ്ങോട്ട് പുറപ്പെടുവാന്നോ? അതെ, ഇവർക്കൊപ്പം ഞാനും പോവാന്ന് കരുതി. അയ്യോ മോനെ, അങ്ങനെ ഒരു പതിവ് നമുക്കില്ലല്ലോ മോനെ. പതിവ് തെറ്റുന്നതിൽ കുഴപ്പമില്ലെന്ന് ഇന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ പോവാൻ തീരുമാനിച്ചത്. അയാൾ എൻ്റെ അച്ഛനെ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്കൊന്ന് കേൾക്കണമല്ലോ. മോനെ, അത് നീ കേൾക്കാത്തതാ നല്ലത്. ഇപ്പോൾ ഒരു മുൻവിധിയുണ്ട്. അയാൾ പറയുന്നൊന്നും നല്ലതല്ലാന്നും എനിക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ട് അയാൾ പറഞ്ഞോട്ടെ. അത് കേൾക്കാനായിട്ട് നീ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ കണ്ണാ?
ഞാൻ പോവാൻ തീരുമാനിച്ചു.